ഗൈസ് അപ്പോൾ ഇന്ന് നമ്മളെ പരിപാടി എന്താ വെച്ചാൽ അമ്മായിൻ്റെ കൂടെ പോയിട്ട് നോമ്പ് തുറക്കുക. അപ്പോൾ ഞാൻ കുറേ ദിവസമായി ഇങ്ങനെ വ്ളോഗും കാര്യങ്ങളൊക്കെ കിട്ടണമെന്ന് ഇങ്ങനെ തോന്നിയിട്ട് അപ്പോൾ ഒഴിവൊന്നും കാര്യങ്ങളും കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി മുതൽ എന്ത് ചെയ്യുക, വ്ളോഗും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടാക്കുക. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും പോകാൻ നിൽക്കണം. അപ്പോൾ നമ്മൾ ഒരു പാല് വാങ്ങാൻ വേണ്ടി സൂപ്പർ മാർക്കറ്റിൽ കയറാൻ പോകട്ടോ. വാ, നബീലെ എന്താ ഇവിടെ പറയ്. ചെക്കനും മടിയാണ്, എന്താ ചെയ്യുക. നമ്മൾ സാധനം നോക്കില്ലേ, വെറുതെ ഇങ്ങനെ നോക്കണം. ഈ സൂപ്പർ മാർക്കറ്റിൽ കയറി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നറിയോ, നമ്മളിങ്ങനെ കുറേ നേരം ഇതെന്താ കാട്ടണേ, ഫ്രെയിം നോക്കിയാണ്. അപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ കയറി നമ്മളെന്ത് ചെയ്യണം, എല്ലാം നോക്കണം ആദ്യം. എന്നിട്ട് എന്ത് ചെയ്യാൻ പാടുള്ളൂ, നമ്മൾ എടുക്കാൻ പാടുള്ളൂ സാധനം. ഒരു പാക്കറ്റ് പാലിനും വേണ്ടിയിട്ട് വന്നതാണ്. പോയോക്കെ ബാ, കട്ട് ചെയ്താ. അപ്പോൾ പറഞ്ഞു വന്നതെന്താ വെച്ചാൽ ഇവിടെ കുറേ പ്രൊഡക്റ്റുകളുണ്ട്. ഇത് നമ്മളെ കോയിസന്മുള്ള ഷോപ്പാണ്, അറിയാലോ, ക്വാളിറ്റി സൂപ്പർ മാർക്കറ്റ്. അപ്പോൾ നമ്മളെന്താ ചെയ്യുക, പാല് വാങ്ങാനപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ പാല് വാങ്ങല്ലേ, പാലിൻ്റെ സ്ഥലം ഇവിടെ. നമ്മൾ എല്ലായിടത്ത് പോകുമ്പോഴും ഇത് സംഭവം എന്ന് വെച്ചാൽ ഇങ്ങനെ തിരിഞ്ഞ് നടക്കല പരിപാടി. ഒരു സൂപ്പർ മാർക്കറ്റിൽ ആകെ ഈ ഒരു പാലും പാക്കറ്റ് വാങ്ങാനാണ് വന്നത്. ഈ ഒരു പാലും പാക്കറ്റിന് വന്നിട്ട് ഇവിടെ തിരിഞ്ഞ് നടക്കല പണി. പോയൊക്കെ കറണ്ട് പോയി, സൂപ്പർ മാർക്കറ്റ് ഫുള്ള് കറണ്ട് പോയി. രണ്ട് മുട്ടായി ഇട്ടിരിക്കണേ, റമദാൻ മാസം. ഓക്കെ, അങ്ങോട്ട് നമ്മളെ സിംഗാക്ക. ഹൈ, നല്ല പാട് ഇങ്ങനെ പണി. എവിടെ നിന്ന് തരണേ സിംഗാക്ക? അസ്സലാമു അലൈക്കും. ചെറിയ വീഡിയോ ആയിട്ട് ഇങ്ങനെ ഇറങ്ങിയതാ യൂട്യൂബിൽ ഇടാൻ. ഇതാണ് നമ്മളെ ഹുസൈൻകാക്ക, നമ്മളെ ക്വാളിറ്റി സൂപ്പർ മാർക്കറ്റിൻ്റെ നടത്തിപ്പുകാരൻ, മൊത്തം ഓൾറൗണ്ടർ. എന്തെങ്കിലുമൊക്കെ ഉണ്ട്, ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നോളില്ലേ. എന്താ പറയാനുള്ളത്? എന്ത് യൂട്യൂബിലിടാനേ? എന്ത് സപ്പോർട്ട് ചെയ്യാനാ? പ്രൊമോട്ട് ചെയ്യാൻ ഞങ്ങൾ വിളിക്കണ്ടേ? നമ്മൾ വരൂലേ സൂപ്പർ മാർക്കറ്റിൽ? ഇവിടെ നമ്മളല്ലേ, വേറെ ആരും ഇല്ലല്ലോ. വിളിച്ചോണ്ടി. അപ്പൊ ആര് ഇവനോ? ഓൻ്റെ അമ്മായിൻ്റെ മോനാ, കസിനാണ്. അപ്പോൾ ഓൻ്റെ കൂടെ ഇന്ന് നോമ്പ് തുറ. അപ്പോൾ ചെറിയൊരു വീഡിയോ എടുക്കാൻ വെച്ചിട്ട് ഞാനിട്ട് ഇറങ്ങിയതാ. ഇൻഷാല്ലാ വരണ്ട്, കാണാം. പോരെ. ആരാ ഇന്നെ വിളിച്ചേ? കയറി കയറി. അങ്ങനെ നമ്മൾ പോകാൻ നിൽക്കട്ടോ. അങ്ങനെ നമ്മൾ നേരെ അമ്മായിൻ്റെ അടുക്ക് പോകണം. ഈ ബുള്ളറ്റിൻ്റെ ഒച്ച കൊണ്ട് കേൾക്കുന്നുണ്ടെന്ന് അറിയില്ല. പോയേക്കാം. ഇതാണ് നമ്മളെ അങ്ങാടി. ഇപ്പോൾ ഇനി വരും കാലഘട്ടത്തിൽ ഇവിടെ വലിയ അങ്ങാടിയായി മാറാനുള്ളൊരു അങ്ങാടിയാട്ടത്. അപ്പം നമ്മളെന്ത് ചെയ്യുക, നേരെ അമ്മായിൻ്റെ കൂടെ എത്തിയിട്ട് ബാക്കിയാക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി പരിപാടി നോക്കണ്ടേ? സൂം ചെയ്തെടുത്താ. ഞങ്ങളെ വ്ളോഗിലേക്ക് എന്ത് ചെയ്യണോ, വരണോ? താല്പര്യമുണ്ടോ? ഞങ്ങളെ വ്ളോഗിലേക്ക് താല്പര്യമുണ്ടോ ചോദിക്കാം. എന്തൊക്കെയാ വരണേ? നോമ്പുണ്ടാ? എത്ര നോമ്പ് പറ്റി? രണ്ടെണ്ണം മുറിച്ച്. അത്തായക്കള്ളത്തിയല്ലേ? രാവിലെ തന്നെ മുറിച്ചാ? അല്ലാ. ജോ
ഒറ്റൊന്നുമില്ല. ആ ശരി, എന്നിട്ടാ ഈ ചില കേൾക്കണേ അത്തായ കള്ളത്തിലാണല്ലോ ഒക്കെ ഇവിടെ എന്താ സബ്സ്ക്രൈബ് നിങ്ങളോട് ഞാൻ റെഡി ആക്കി തരാം. എങ്ങനെയാലും ഒരു ഫോളോവറിന് കിട്ടുമല്ലോ. അവിടെ എന്തൊക്കെയാണ് പരിപാടി? സ്പെഷ്യല് ഉള്ളിവട, അതാണ് ഇവിടുത്തെ. അല്ല, പൊക്കവടയാണ് ഇവിടുത്തെ സ്പെഷ്യല്. അപ്പം നമ്മൾ ഇതാ ആദ്യമായിട്ട് നോമ്പിൻ്റെ വ്ളോഗ് അമ്മായിൻ്റെ കൂടെ നിന്നാണ് സ്റ്റാർട്ടാക്കണത് യൂട്യൂബിൽ. മനസ്സിലായില്ലേ? യൂട്യൂബ് എത്ര 1000 ആവാനായി. പിന്നെ ഇവിടെ നമ്മളെ എല്ലാ അരി കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിരിക്കുന്നു. അതാ ഇവിടെ നമ്മളെ വ്ളോഗ് കാണാൻ പുതിയ ആൾക്കാരെ എത്തിയിരുന്നു. എന്താണ് എൻ്റെ പേര്? പറയടി ആയല്ലേ. ഇതാ ഇവരൊക്കെ വ്ളോഗ് കാണണമെന്നൊന്നും അവിടെ നിൽക്കില്ല, അങ്ങനത്തെ ജാതികള്. എൻ്റെ പേരെന്താ? ഇന്ന് മൂത്തമാൻ്റെ ഇത് വന്നാൽ വ്ളോഗ് പെടും. എൻ്റെ പേരെന്താ? എൻ്റെ പേര് ഇവിടെ അത്തായകളെത്തി കേട്ടാ. ഇവരൊക്കെ ഒരു ഇതില്ല, ഒരു സുഖമില്ല. ഇവരൊക്കെ അത്രക്കൊന്നും ഇല്ല, വെറുതെ പറയാം. 1.5 ലക്ഷം ഒന്നും ഇല്ല. നമ്മൾ ചെറിയ ആൾക്കാർ തുടങ്ങില്ല, നമ്മൾ ഷെയർ ചെയ്തെത്തിക്കുന്നാണ് പറഞ്ഞത്. ഇവിടെ കറിയൊക്കെ റെഡി ആയിക്കണല്ലോ. ഇതെന്താ കറിയാ? കപ്സ് ഉണ്ടാക്കാനാട്ടോ. അത് കറി മാരിയുണ്ട് കണ്ടിട്ട്. ചിക്കൻ പൊരിക്കുകയാണ്. ആര്? ഈ ബാൻഡോ? ഇന്ത്യക്ക് 2-3 ബാൻഡ് ഉണ്ട് ബ്ലാക്ക്. അങ്ങനെയൊന്നും പറയല്ലേ ഈ വ്ളോഗില്, മോശമാണ്. നല്ല കപ്സ് ഉണ്ടാക്കാനുള്ള കൂട്ട്, ചിക്കൻ പൊരിച്ചത്. അമ്മായി കണ്ടാല് ഇനി കൂട്ടിയില്ല അറിയും. എൻ്റെ പേരെന്താണ്? പേരെന്താണ്? എൻ്റെ പേരെന്താ? നമ്മള് പൂച്ചനെ നോക്കട്ടെട്ടാ. എന്ത് പൂച്ചനെ നമ്മൾ പോയി നോക്കാണ്. പൂച്ച കോഴി സ്കിപ്പൊന്നുമില്ല. ഇത് ഹനാൻഷന്റെ ലൈവ്, ഹനാൻഷന്റെ വ്ളോഗ് മാതിരിയാണ്. ഇറങ്ങണേ വേണ്ട. അതാണ് പൂച്ച. സംഭവത്തിൽ കുളിപ്പിച്ചടിയ ഫാദരേജ്. ഇത് കുളിപ്പിച്ചലൊന്നുമില്ല. എന്തിക്കാളാ ജും കുളിച്ചടിയ. അപ്പൊ ചലമ്പിക്കും. വേണ്ടാ പൂച്ച. ഇതിപ്പോ ഫാദില് എന്താണ് ഇങ്ങനെ പറഞ്ഞതാണ്, ഇന്റെ പൂച്ചനെ കാണിച്ചു കൊടുക്കുക പറഞ്ഞാണ്ട്. അപ്പൊ അത് നമ്മൾ കാണിച്ചു കൊടുക്കുക. അതായത് മോലിയര് നമ്മളെ മോലിയരുട്ടി ഫജാസ് മുസ്ലിയാർ. നമ്മളിവിടെ ഇനി ഫജാസ് ഒരു മോലിയരെ കുറവുണ്ടായി നമ്മളെ കുടുംബത്തിൽ. അപ്പോൾ അതിപ്പായി ഫജാസ് മുസ്ലിയാർ. ഇവിടെ വാ ഫജാസ് മുസ്ലിയാർ. ചോദിച്ചട്ടെ, താങ്കൾ മെസ്സി ഫാനാണോ? ഇവിടെ വാ ചോദിക്കട്ടെ. ഇവിടെ വാ. മെസ്സി ഫാനാ നെയ്മർ ഫാനാ? ആരാണ്? മെസ്സി. മോലിയറാണ്. മെസ്സി ഫാനാണ് കേട്ടോ ആള്. ജി കളിയൊക്കെ കാണലുണ്ടോ? വാ ഞാൻ ചോദിച്ചട്ടെ. വാ കളിയൊക്കെ കാണലുണ്ടോ ജി? എന്ത് കളിയാണല്ലേ? ക്രിക്കറ്റോ? ക്രിക്കറ്റിൽ മെസ്സി എത്ര 6 അടിച്ചു? ഫുട്ബോളാണല്ലേ? വിവരമുണ്ട് കേട്ടോ എനിക്ക്. മെസ്സി എത്ര ഗോൾ അടിച്ചു മൊത്തം അറിയോ? മെസ്സി ഇപ്പൊ ഏത് ടീമിലാ കളിക്കണേ? അതൊന്നും അറിയില്ല. എന്ത് മെസ്സി ഫാനാടോ? മെസ്സി ടീമാ? ഏത് ടീം? മെസ്സിന്റെ ടീമോ? മെസ്സിന്റെ ടീം അങ്ങനെയല്ല. മെസ്സിക്കൊരു ടീമിനൊരു പേരില്ലേ? ഈ ജെയ്സിന്റെ ഇതേതാ ടീം? ഏതാ പറഞ്ഞ? മെസ്സിയാ? എടാ പൊട്ടെ, ഈ ടീം അർജന്റീന എന്ന് പറയുന്നത്. വാമോസ് അർജന്റീന കിട്ടണ. എന്താ വാമോസ് അർജന്റീന? ഇവന് മണ്ടനാണ് ഗൈസ്. അടുത്താള് വാ, അടുത്ത മണ്ടനെ വിളിച്ച. വാ വേമ്പ ഇജുണ്ടാ? ഓ മണ്ടനാണെന്ന് തെളിയിച്ച് ഓൻ ഇല്ലാന്ന്. അല്ല, ഓൻ ബുദ്ധിയുള്ളവനാണ്. കാരണം എന്താ, ഓൻ കണ്ട് വരുന്നില്ല. ഇവ ചോദിച്ചിട്ട് എന്നോട് അതിന്റെ പേരും കാര്യങ്ങളല്ലേ ചോദിച്ചേ. അടുത്ത മുട്ട വരി. ഇവനൊക്കെ ഇവിടെ മറ്റേ മൗലൂദ് അല്ലുമ്പോ കിടന്ന് ഉറങ്ങിയെന്ന്. മെസ്സി മൊയിലൊക്കെ മൗലൂദ് അല്ലുമ്പോ ഭയങ്കര വർക്കം. മതി, എന്താ സ്റ്റോറേജ് ഉള്ളവേ അവിടുന്ന് ഇവിടുന്നൊക്കെ ഉണ്ട്. അപ്പൊ ശരിക്കും ഇങ്ങനെയല്ലല്ലോ ശരിക്കും. ഇത് ഇങ്ങനെ തോണ്ടലല്ല. അത് ആദ്യം തൊലി കളഞ്ഞിട്ട് പിന്നെ കട്ട് ചെയ്താണ്ട് കയറ്റലാണ്. അങ്ങനല്ലേ? ആ മുട്ട കറക്റ്റ് കാണുന്നുണ്ട് ഇത്. പാല് പാക്കറ്റ് വാങ്ങിയപ്പോ വലിയ പണിയിലാണ് അവന്.
പാലും പാക്കറ്റ് ഇതാ, ഒരു പാലും പാക്കറ്റ് ഇവിടെ ഉണ്ട്, എന്നിട്ട് അടുത്ത പാലും പാക്കറ്റ് വാങ്ങിച്ച്. നമ്മൾ നല്ല പൈസക്കാരായതുകൊണ്ട് ലളിതമായ ഭക്ഷണങ്ങളാണ് ഉണ്ടാക്കുന്നത്, തോനൊന്നും ഉണ്ടാക്കണില്ല. ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളെ സൗണ്ട് ഒന്ന് ചെക്ക് ചെയ്തപ്പോഴാണ് മൈക്ക് വർക്കായിട്ടില്ല എന്ന് മനസ്സിലായത്. അപ്പോൾ ഏതായാലും മൂഞ്ചിയിട്ടുണ്ട് കറക്റ്റ്. എന്നാലും നമ്മളെന്താ വോയിസ് ഓവർ ആയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അപ്പോൾ നമ്മളെ നോമ്പിൻ്റെ വിഭവങ്ങൾ വരുന്നത് നമ്മൾ നല്ല പൊക്കവട ഉണ്ട്, അതുപോലെ തന്നെ നല്ല മസാല ബോണ്ട ഉണ്ട്, പിന്നെ മുന്തിരി, മാങ്ങ, പിന്നെ 2 ജ്യൂസ് ഐറ്റംസ് ഉണ്ടായിരുന്നുണ്ട്. അതിലൊന്ന് സ്പെഷ്യൽ സാധനമാണ് നമ്മളെ മുഹബത്ത് കാ സർബത്ത്. പക്ഷേ അതിൽ റുഹഫ്സിയും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. അത് നമ്മളെ മെയിൻ ഫാദിൽ ഖാൻ്റെ മെയിൻ സാധനമാണ്. അപ്പോൾ അത് കുടിച്ച് നോക്കാം നമുക്ക്. എന്തായാലും ഒരു ചെമ്പട്ടി അടക്കം കലക്കി വെച്ചിരിക്കണേ. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഷമാമില്ല, ഷമാമ് ജ്യൂസും ഉണ്ട് കേട്ടോ. അമ്മായി ക്യാമറ എടുക്കണത് കണ്ടപ്പോൾ നല്ല മുണ്ടൊക്കെ ഇട്ട് കണ്ട് സെറ്റായിട്ട് വന്നിരുന്നു കേട്ടോ, ക്യാമറൻ്റെ മുമ്പിലായതുകൊണ്ട്. ഇത് സത്യം പറഞ്ഞാൽ എനിക്കും അതുപോലെ തന്നെ അമ്മായിക്കും നമ്മളിവിടെ എല്ലാവർക്കും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. റമദാൻ മാസം നമ്മൾ പുതിയ വ്ളോഗ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഞാൻ ഈ ഒരു മുഹബത്ത് കാ സർബത്ത് കുടിച്ച് നോക്കിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. മുഹബത്ത് കാ സർബത്തിൽ നമുക്ക് റുഹഫ്സ പകരല്ലേ, റോഫ്സിൻ്റെ പകരം ഇപ്പം നേരെ എന്ത് ചെയ്തിരിക്കണേ, നന്നാരി സർബത്ത് ഏറ്റിക്കണേ. അതിൻ്റെ മധുരം നല്ല എടുത്ത് കാണിക്കുന്നുണ്ട്, രസം കിട്ടുക സംഭവം. പിന്നെ അമ്മായിൻ്റെ കുറച്ച് കൂട്ടുവിദ്യകളൊക്കെ ഇട്ടിട്ടുള്ള ഒരു ബോണ്ട കേട്ടോ അത്. സംഭവം കാണാനും ഉരുളല്ലെങ്കിലും സംഭവം ടേസ്റ്റ് ഉണ്ട്, അടിപൊളി സാധനം കേട്ടോ. മാളൊക്കെ നല്ല തീറ്റയാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ മുഹബത്ത് കാ സർബത്ത് ഈ ചങ്ങായിയാണ് ഉണ്ടാക്കിയിരിക്കണത്. പിന്നെ പൊരിക്കടിയും അതുപോലെ തന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടി സെറ്റാക്കി തന്നത് നമ്മളെ അമ്മായി കേട്ടാ. ഈ ചങ്ങായി തിന്ന് നോക്കിട്ടാ, ഓ കണ്ണൊക്കെ പൂട്ടി ഏതാ മൂടി. ഇതിൻ്റെ ഹൈലൈറ്റ് ഇല്ലേ, അത് ഓൻ്റെ ഒരു എക്സ്പ്രഷനാണ്. ഗൈസ് അങ്ങനെ അമ്മായിൻ്റെ മെയിൻ ഫുഡ് എത്തിക്കണം കേട്ടോ. ഏതാ സാധനം, ഇതാണ് സ്പെഷ്യൽ കഫ്സ. അതുപോലെ തന്നെ ചിക്കൻ പൊരിച്ചത് കാണുന്നുണ്ടോ, അതുപോലെ തന്നെ ചട്നി ഉണ്ട്. ഏതാ മൂടി. അതുപോലെ തന്നെ മയോണീസ് ഇല്ലാത്ത കപ്സ ഇല്ലല്ലേ. മന്തിക്കും മയോണീസിനും കപ്സ വേണം അല്ലേ. അങ്ങനെ അമ്മായിൻ്റെ സ്പെഷ്യൽ കപ്സ സെറ്റപ്പ്. ചിക്കനൊക്കെ ഉണ്ട് ഇതില്. പീസ് ഉണ്ട് ഒളിപ്പിച്ച. കാലില്ലേ, കരിഞ്ഞ പീസ്. കാല് വരെ നമുക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിക്കണേ. പിന്നെ എന്താ മയോണീസ് കളെ മയോണീസ് നല്ല തിക്കുണ്ടല്ലോ. പിന്നെ ചട്നി ഇതാ എല്ലാം പ്രസാറാണ്. ഇനിയിപ്പോൾ ഇത് കണ്ടിട്ട് അമ്മായി മുനിറമ്മായി എന്ത് ചെയ്യും, വിളിച്ചു ആളെ ആണ്ട് പോകാൻ തരാണ്ട് എല്ലായി. അപ്പം സെറ്റായി, ഇപ്പോൾ ഒരു ഫുൾ സെറ്റായിട്ടാ. കഴിച്ചു നോക്കല്ലേ, ടേസ്റ്റ് നോക്കട്ടെ. ഞാനെന്താ പറയുക, മറ്റേ ഇത് ഫുഡിൻ്റെ ഇൻസ്പെക്ടറാണ്. ഇത് മറ്റേ ടേസ്റ്റ് ഉണ്ടോ നോക്കിയാണ്ട് പറയണേ. മയോണീസിൽ കുത്തിയിട്ട് സാധനം കൊള്ളാം. മുതലായി. ഇന്നത്തെ നോമ്പ് തുറ അമ്മേൻ്റെ കൂടെ അന്ന് മുതലായിട്ടാണ്. നല്ല ചിക്കന്, അതുപോലെ തന്നെ കപ്സ, മയോണീസ്, ചട്നി ഒക്കെ പാടുത്താണ്ട് മിക്സ് ചെയ്തിട്ട് അടിപൊളി. മുഖത്ത് ചോദിച്ചോളാം ഉണ്ടാക്കിയാളെ എക്സ്പ്രഷൻ. ഒരു ചിരിയൊക്കെ കൊടുക്കും, ഇങ്ങനെ കാക്കി തമ്പിട്ട് കൊടുക്കുക. മതി ഗൈസ്. അപ്പോൾ നമ്മളെ നോമ്പൊക്കെ തുറന്ന് ഉഷാറായി അൽഹംദുലില്ലാ. നമ്മൾ പിന്നെന്ത് ചെയ്ത് നിസ്കരിച്ച് കഴിഞ്ഞ് വന്ന് ഇനിയിപ്പോൾ എന്തായാലും നല്ലൊന്ന് റെസ്റ്റ് എടുക്കണം. അപ്പോൾ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വ്ളോഗുമായി വരുന്നവരെ ബായ്, ടാറ്റാ.